പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കാർലോ അക്വിറ്റസിന്റെ തിരുനാൾ ആഘോഷിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഈ കാലത്തിന് വേണ്ടി സ്വർഗം കരുത്തി വെച്ച ഒരു വിശുദ്ധൻ ഈ കാലത്തേക്ക് വേണ്ടി എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടതെന്ന്, ക്രിസ്തുവിൻ്റെ ദിവ്യരഹസ്യങ്ങളിൽ ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തന്നൊരു വിശുദ്ധൻ, അതിനുള്ള വഴി കാണിച്ചു തന്ന വിശുദ്ധൻ. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും, ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ്റെ ഒരു ടോക്ക് കേൾക്കുമ്പോൾ അച്ഛൻ അതിൽ പറയായിരുന്നു, ഒരു ചെറുപ്പക്കാരനെ മാനസാന്തരപ്പെടുത്താനായിട്ട് നോക്കിയ കാര്യം, എല്ലാ കാര്യങ്ങളും അച്ഛൻ പറയണത്, ഒരു കുടുംബത്തെ ഒരു പാപിയായൊരു മനുഷ്യനെ അവൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റണത് എല്ലാം ഞാൻ ചെയ്തു. അത്രയും ബോധ്യത്തോടെ പറയണം. ഭയങ്കരമായിട്ടുള്ള കുടി വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് പലതും ചെയ്തു. റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ധ്യാന കേന്ദ്രങ്ങൾ, കൗൺസിലിങ്, പ്രാർത്ഥനകൾ എല്ലാം നടത്തി അച്ഛൻ്റെ മേടയിൽ വരെ ഈ മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് മേടയിൽ കുടിച്ചു വന്ന് തുടങ്ങിയപ്പോൾ വേറെ വഴിയില്ല. അങ്ങനെ പതിയെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ച ഒരാൾ 2-3 വർഷത്തിന് ശേഷം കാണുന്നു. ആൾ കാണുമ്പോൾ മിടുക്കനായിട്ടുണ്ട്. എല്ലാം കുടിയൊക്കെ ഉപേക്ഷിച്ച് അവൻ ഓടി വന്ന് പറയേണ്ട, അച്ഛൻ ഞാൻ നന്നായി, അച്ഛൻ ഞാൻ നന്നായി. അച്ഛനിങ്ങനെ അമ്പരം നിൽക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, അച്ഛാ ധ്യാനം കൂടിയിട്ടല്ല, വേറെ ഒന്നും ചെയ്തിട്ടല്ല, നിങ്ങളുടെ പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടല്ല, കൗൺസിലിംഗ് നടത്തിയതുകൊണ്ടല്ല, ഞാൻ നന്നായത് വെള്ളം സിനിമ കണ്ടിട്ടാണ്. അച്ഛൻ പറയുന്നുണ്ട്, സിനിമ നല്ലതാണോ ഇല്ലയോ കമൻട്രി ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ലജ്ജ തോന്നി ആ സമയത്ത്. നിങ്ങൾ കത്തനാരന്മാർ, സിസ്റ്റർമാർ, ഇപ്പോഴുള്ള സംവിധാനങ്ങൾ, നിങ്ങളുടെ കൗൺസിലിങ്ങുകൾ, ധ്യാനകേന്ദ്രങ്ങൾ ഒന്നുമല്ല എന്നെ രക്ഷിച്ചത്, ഒരു സിനിമാക്കാരനാണെന്ന് ഒരാൾ പറയുമ്പോൾ ഈ വചനമൊന്ന് ഉള്ളിലേക്ക് എടുക്കണം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല. കൂടെയുള്ളവരെ ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ, കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ഉടൻ തന്നെ അവർക്കുള്ള പണിഷ്മെൻറ്റുകൾ എഴുതി കൊടുത്ത്, അവരെ ഇങ്ങനെ മുറിയിലിട്ട് പൂട്ടി അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിച്ച് വാങ്ങിച്ച് നമ്മളിങ്ങനെ ശരിയാക്കാൻ നോക്കുന്നതാ, നന്നാക്കാൻ നോക്കുന്നതാ. പക്ഷേ കൂടുതൽ പ്രശ്നങ്ങളിലോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കണേ, കൂടുതൽ വയലൻ്റ് ആവുകയല്ലേ ചെയ്യണേ, കൂടുതൽ നമ്മളിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളടക്കമുള്ളവർ അകന്നു പോകുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കണേ ശരിയായ രീതികളിലൂടെ. കഴിഞ്ഞ ഞായറാഴ്ചത്തെ പ്രസംഗത്തിൽ കപ്പിയച്ചൻ പറയണത് കേട്ടു, 150 വർഷം കൊണ്ട്, അതിൽ വെറും 50 വർഷത്തെ പരസ്യങ്ങൾ കൊണ്ട് കൊക്കോകോള കമ്പനി ഈ ലോകം മുഴുവൻ തങ്ങളുടെ പേര് പ്രചരിപ്പിച്ചിട്ട് 2025 വർഷങ്ങൾ കടന്ന ഒരു കത്തോലിക്ക സഭയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ക്രിസ്തുവെന്നുള്ള വാക്ക് പ്രചരിപ്പിക്കാൻ പറ്റാതെ പോയത്? ഈ സഭയെക്കുറിച്ച് ഉള്ളു തുറന്ന ഒരു ആത്മവിമർശനമായിട്ട് തോന്നിയത്. ശരിക്കും നമ്മൾ ഈ കാലത്തെ വ്യാഖ്യാനിക്കാനോ അതിനെ ശരിയായി വിധിക്കാതെ ഇരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് ക്രിസ്തുവിനെ ഈ ലോകം മുഴുവൻ എത്തിക്കാനായിട്ടുള്ള സാധ്യതയാണെന്നറിയാം. നമ്മുടെ മുൻപിൽ ഇങ്ങനെ ChatGPT പുതിയ AI ടൂൾസ് അടക്കമുണ്ടായിട്ട് ഈ ലോകം മുഴുവൻ പരന്നു കിടക്കുന്നൊരു നെറ്റ്വർക്ക് ഉണ്ടായിട്ട് ഇതൊന്നും നമ്മൾ എന്തുകൊണ്ടാണ് സുവിശേഷം അറിയിക്കാനോ ക്രിസ്തുവെന്നുള്ള നാമം പ്രചരിപ്പിക്കാനോ നമ്മൾ ഉപയോഗിക്കാതിരിക്കണേ? വെറും ഒരു ബൈബിളും കയ്യിലൊരു കൈമണിയുമായി അറിയപ്പെടാത്തൊരു നാട്ടിൽ ഒരു പിടുത്തവുമില്ലാത്ത ഭാഷയുമൊക്കെയായി വന്നിറങ്ങിയ മനുഷ്യരുടെ അന്നത്തെ ടൂളായിരുന്നു ഈ പറഞ്ഞ കൈമണി. ഇത് കേട്ട് ഓടി വരുന്ന മനുഷ്യരോട്, കുഞ്ഞുങ്ങളോട് അവരെ ക്രിസ്തുവിനെ പറ്റി പറയുമായിരുന്നു. നമ്മുടെ കയ്യിലുള്ള പവർഫുൾ ആയിട്ടുള്ള ടൂൾസ് ഒന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാലത്തെ വ്യാഖ്യാനിക്കാനായി പരാജയപ്പെട്ടു പോകുന്നത്? എനിക്കുള്ള എൻ്റെ ജ്ഞാനം കൊണ്ട്, എൻ്റെ കയ്യിലുള്ള ചില സാധ്യതകൾ കൊണ്ട് നമ്മളിനി എത്ര നാൾ ഇങ്ങനെ ഈശോയെ പറയാതെ മിണ്ടാതിരിക്കുന്നേ? ഇതൊക്കെ കയ്യിലുണ്ടായിട്ട് എത്ര കാലം നമ്മൾ ഈശോയെ പറയാതെ മിണ്ടാതിരിക്കും?
നമുക്കെതിരായിട്ടുള്ള വിധിവാചകങ്ങൾ കണക്കാണ് ഇന്നത്തെ സുവിശേഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ എന്ന് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ നിരന്തരം ആവർത്തിക്കുമ്പോൾ, കർത്താവെ, അങ്ങനെ അങ്ങ് പഠിപ്പിച്ച ചട്ടങ്ങൾ കൂടെയുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കാൻ, അങ്ങയുടെ ചട്ടങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ ശീലിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്കും വഴികാട്ടിയായി മാറാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടുമെന്നറിയാം. കർത്താവെ, നിയോഗം മറന്നുപോയ ഞങ്ങളിലേക്ക് അങ്ങയുടെ ഈ ചോദ്യങ്ങൾ ചാട്ടുളി പോലെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ മറന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ശരിയായി വിധിക്കാത്തത്? ഒരാളെ നോക്കി അയാളുടെ ജീവിത രീതികൾ കണ്ട് അയാളെ ഒന്ന് മനസ്സിലാക്കി അയാളിലേക്ക് ക്രിസ്തുവുമായിട്ട് ഓടിച്ചെല്ലാനായിട്ടുള്ള ഒരു ആർജവത്വവും തെളിച്ചവും ഒരു സെൻസും ഒക്കെ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടു പോയത്? തമ്പുരാനോട് പ്രാർത്ഥിച്ചു തുടങ്ങി. ഈ കാലത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ഈശോയെ നിന്നെ കൊടുക്കാനുള്ള കൃപ തരണമേ എന്ന്. ഈ കാലത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കർത്താവെ, വിശുദ്ധ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കാനായുള്ള ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന്. ഈ കാലത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ഓരോരുത്തരെയും വിധിച്ച് അവരെ ഇങ്ങനെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങളുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചോളൂ. കർത്താവെ, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ആ ചട്ടങ്ങളനുസരിച്ച് അങ്ങയുടെ വഴിയിലൂടെ അനേകായിരങ്ങളെ നയിക്കാനും നടത്താനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ തിരുമുൻപിൽ ആ വെളിച്ചത്തിനായി, ആ തീക്ഷ്ണതയ്ക്കായി നമുക്കൊന്ന് മുട്ടിമേലാം. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 30 സെക്കൻഡുകളോ 60 സെക്കൻഡുകളോ മാത്രം നീണ്ടു പോകുന്ന ഒരു ദീപാവലി പരസ്യം കൊണ്ട് മനുഷ്യൻ്റെ ഉള്ളില് അവർക്ക് നന്മയുടെ ഒരു വിത്ത് പൊട്ടിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ആലോചിക്കണം. നമ്മൾ 30 മിനിറ്റുകൾ നീളുന്ന പള്ളിപ്രസംഗങ്ങൾ കൊണ്ട്, 30 ആണ്ട് നീളുന്ന നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് ഇനിയും എന്താണ് നമുക്ക് മനുഷ്യരെ ക്രിസ്തുവിലേക്ക് എത്തിക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ ഇരുട്ടിൽ തപ്പുന്നത്? പ്രാർത്ഥിക്കണം, കർത്താവെ, ഞങ്ങളെ അങ്ങയുടെ ചട്ടങ്ങൾ പഠിപ്പിക്കണേ എന്ന്. ഉറക്കത്തിലേക്ക് പോവാം. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്ന വഴികളിലൂടെ പ്രിയപ്പെട്ടവരെയെങ്കിലും നയിക്കാനുള്ള കൃപ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.